വിശദാംശ വിവരങ്ങളുമായിട്ട് അനന്തൻ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു, തൊട്ടു പിന്നാലെ പാർട്ടി പുറത്താക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തുകയാണ്. അതായത് കീഴടങ്ങാൻ ഒരുക്കമല്ല എന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം? തന്നെയാണ് ദിവിഷ് മനസ്സിലാക്കേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്മൾ നേരത്തെ ആ സാധ്യത പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് സുരക്ഷിതമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ഉറപ്പായും അയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ എത്തുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനോ അതല്ലെങ്കിൽ പോലീസിന്റെ നടപടികളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. മുൻകൂർ ജാമ്യാപേക്ഷയുടെ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ പോയാൽ അവിടെ അടുത്ത ദിവസം, അതായത് നാളെയോ മറ്റന്നാളോ ഒക്കെ ആകും. അതല്ലെങ്കിൽ ഒരു പക്ഷേ വീണ്ടും കൂടുതൽ ദിവസങ്ങൾ ഹൈക്കോടതിയിൽ ഒരു തീർപ്പാകാൻ എടുത്തേക്കാം. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ അനുകൂലമായ വിധി ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. അപ്പോൾ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവ് ജീവിതം തുടരുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് ഈ ഒളിവ് ജീവിതത്തിലെ എന്നുള്ളൊരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. അപ്പോൾ ഇനി ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒളിവിന് ഉള്ള പിന്തുണ നൽകുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതായത് കർണാടകയിലുണ്ട് എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചിരുന്ന വിവരം. അവിടം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള, കർണാടകയിൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരുടെ ഒരു പട്ടിക തന്നെ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അവരെല്ലാം സർവൈലൻസിലാണ്. അപ്പോൾ വേഗത്തിൽ ഇനി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് പോലീസ് ഇനി ആലോചിക്കുക. കാരണം പാർട്ടി തന്നെ കൈവിട്ട ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ കേവലം രാഷ്ട്രീയ ബന്ധമില്ലാത്തൊരു പ്രതിയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ പ്രതിയെ, ബലാത്സംഗ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസും രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് മൊഴിയെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആ മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ ആ പ്രത്യേക സംഘം കൂടി, അതായത് പോലീസിന്റെ മറ്റൊരു പ്രത്യേക സംഘമാണ് ആ കേസ് അന്വേഷിക്കുന്നത്, ആ സംഘം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. അവരും രാഹുൽ മാങ്കൂട്ടത്തിനെ തേടി ഇറങ്ങും. അപ്പോൾ കേരളത്തിൽ ഒരു MLA തേടി, ബലാത്സംഗ കേസുകളിൽ പ്രതിയേർക്കപ്പെട്ട MLA തേടി ക്രൈംബ്രാഞ്ചിന്റെയും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും 2 സംഘങ്ങൾ ആ MLA തേടി ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആരാണ് അതിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുൻപ് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ കീഴ്ക്കോടതിയിൽ, അതായത് ജില്ലാ സെഷൻസ് കോടതിയിൽ ഇഴകേറിയുള്ള പരിശോധനയായിരുന്നു. അവർക്ക് അവനാഴിയിലുള്ള സകല തെളിവും കോടതിയുടെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് നിലനിൽപ്പില്ലാത്ത കേസാണ് എന്ന് തെളിയിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശ്രമമാണ് പൊളിഞ്ഞു പാളിഷായത്. ഏതാണ്ട് 2 ദിവസമായി 2 മണിക്കൂറിലധികം നീണ്ട വാദപ്രതിവാദങ്ങൾ, തെളിവുകൾ, അതിന് മറുതെളിവുകൾ, അങ്ങനെ ഒരു ട്രയൽ എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിലുള്ള ആർഗ്യുമെന്റാണ് കോടതിയിൽ നടന്നത്. അതിനുശേഷം പിന്നീട് കോടതിയുടെ തീരുമാനം വരാൻ മണിക്കൂറുകൾ വൈകുന്നു. അതിൽ കോടതി ആദ്യം പറഞ്ഞത് നോ ടു അറസ്റ്റിലുള്ള ഹർജി അത് പരിഗണിക്കാമെന്നാണ്. പക്ഷേ ഒടുവിൽ കോടതി ഒരു തീരുമാനമെടുത്തത് ഇന്ന് ഉച്ചയോടുകൂടി ഈ കേസിന്റെ വിധി തന്നെ പറയുക, ഈ ഹർജിയുടെ വിധി തന്നെ പറയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ നോ ടു അറസ്റ്റിനുള്ള ഹർജി തള്ളിക്കൊണ്ട് മുൻകൂർ ജാമ്യവും കൂടി തള്ളുകയാണ് ഉണ്ടായത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജില്ലാ സെഷൻസ് കോടതി, തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി സമർപ്പിച്ച 2 ഹർജികളും തള്ളുകയാണ്. മാത്രമല്ല സീൽഡ് കവറിൽ സമർപ്പിച്ച 3 ഘട്ടമായി സമർപ്പിച്ച തെളിവുകളൊന്നും കോടതി പരിഗണിക്കെടുത്തില്ല. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ പ്രോസിക്യൂഷൻ കേസ് നിലനിൽക്കും എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. മാത്രമല്ല പ്രതി ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ, മുൻകൂർ ജാമ്യം ലഭിച്ചാൽ ഈ ഇപ്പോഴത്തെ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു വാദം, ഇയാൾ കേസെടുക്കും മുൻപ് തന്നെ ഒളിവിൽ പോയി എന്നുള്ളതാണ്. ജനപ്രതിനിധിയാണെങ്കിലും കേസെടുക്കും മുമ്പേ, പരാതി വന്ന ഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോയി. അപ്പോൾ കുറ്റത്തെ ഭയക്കുന്നു, അയാൾ കുറ്റവാളിയാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. മാത്രമല്ല പുറത്തു നിന്നുകൊണ്ട് ഈ അതിജീവിതയെ ആക്രമിക്കാൻ, സോഷ്യൽ മീഡിയയിലൊക്കെ ആക്രമിക്കാൻ ആൾക്കാരെ ചട്ടം കെട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം കൂടിയുണ്ട്. അപ്പോൾ ജാമ്യം കിട്ടിയാൽ പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തില്ല, അതിജീവിതയെ, പരാതിക്കാരെ ഭീഷണിപ്പെടുത്തില്ല എന്ന് ഉറപ്പൊന്നുമില്ല എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിയിച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകേണ്ട, ആന്റിസിപ്പേറ്ററി ബെയിൽ വേണ്ട, കണ്ടീഷനുകളുടെ അന്വേഷണവുമായി സഹകരിക്കാനുള്ള ഒരു ഉപാധികളിലേക്ക് പോകണ്ട എന്ന് കോടതി തീരുമാനിച്ചത്. നിങ്ങൾ പൂർണ്ണമായും നിയമത്തിന് കീഴടങ്ങി പോലീസിന്റെ നടപടികൾക്ക് കീഴടങ്ങൂ എന്നുള്ള സന്ദേശമാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരിക്കുന്നത്. അതുപോരാ, എനിക്ക് ഇനിയും കോടതിയുടെ ഇമ്മ്യൂണിറ്റി വേണം
എന്ന് ബോധ്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഹൈക്കോടതിയെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ ഏത് മാളത്തിലാണ്, എത്ര സുരക്ഷിതമാണ് ആ മാളം എന്നുള്ളതാണ് അറിയാനുള്ളത്. ആ മാളം കേരള പോലീസ് തുരന്ന് പ്രതിയെ കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയാനുള്ളത്. അതല്ല, അപ്പോൾ ഒരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന സംശയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും കോടതിയിൽ, കർണാടകയിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുമോ എന്നുള്ള സംശയമാണ് ഉണ്ടായിരുന്നത്. ആ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്കുള്ള മൂവ്മെന്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും പാർട്ടി പിന്തുണ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി രാഹുൽ എങ്ങനെയാണ്, എത്രത്തോളം ശക്തമായിട്ടാണ് ഒളിവിൽ കഴിയുക എന്നുള്ളതാണ് അറിയാനുള്ളത്. തീർച്ചയായും നിയമത്തിന്റെ വഴിക്ക് പോകാൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവ നേതാവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നത്.